എന്തിനാ മക്കളുടെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടുന്ന? എന്തിനാ? നിന്റെ ഇട്ടാ പോലെ. എടാ, എല്ലായിടത്തിന്റെ ഫോൺ എടുത്തൊക്കെ തുറക്കുമ്പോഴേ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മക്കൾ ഇങ്ങനെ നിൽക്കുന്നു. എന്തിനാ നിന്റെ ഫോട്ടോ ഇട്? പോയാ നീയല്ലേ പോത്തുള്ളൂ. എന്തിനാ മക്കളെ കളയുന്നേ? നിങ്ങളുടെ സ്റ്റാറ്റസ് ഇട, എന്തിനാ മക്കളെ ഇടുന്നേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എന്തിനാ മക്കളുടെ സ്റ്റാറ്റസ്? നിന്റെ ഇട്, നീ നിന്റെ ഫോട്ടോ ഇട്. നിന്റെ ഫോൺ തുറന്ന ഉടനെ നിന്റെ ഫോട്ടോ കാണട്ടെ ഇങ്ങനെ നിൽക്കണത്. താത്ത ഇങ്ങനെ നിൽക്കണ ഫോട്ടോ ഇടാത്ത എന്താ? ഈ പിഞ്ചു മക്കളുടെ ഫോട്ടോ എന്തിനാ ഇടുന്നേ? ഇന്ന് കൊച്ചു കുട്ടികളുടെ വീഡിയോ ഇങ്ങനെ കളിക്കുന്നത്, അങ്ങനെ കളിക്കുന്ന, ഡാൻസ് കളിക്കുന്ന വീഡിയോ. അല്ലാഹു അലം. പടച്ചോ നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. പേടിക്കണം മക്കളെ, പേടിക്കണം. അല്ലാഹു നമുക്ക് അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ മക്കളെ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സൂക്ഷിക്കേണ്ട. ഞാൻ പലരും വന്നപ്പോൾ എന്റെ ഉസ്താദ്, എല്ലാവർക്കും നിർബന്ധം ഉസ്താദിന്റെ കൂടെ നിർത്തി ഫോട്ടോ എടുക്കണമെന്ന്. എന്നെ കൊണ്ട് എടുപ്പിക്കും. ഞാൻ പറയും, ആ പാപം നീ തീർത്തോണം, ഞാൻ ഏക്കൂല. എല്ലാവരും എന്നെ കാണുമ്പോൾ കുഞ്ഞുങ്ങളെ നിർത്തിയിട്ട് ഫോട്ടോ എടുപ്പിക്കും, ഫേസ്ബുക്കിൽ എടുത്തിടും. അത് അവരെല്ലാം തീർത്തോണം. എനിക്കറിയില്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്ന എന്തിനാ? എന്റെ ആവശ്യം എന്താ? അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന മക്കൾ നമ്മുടെ അമാനത്തല്ലേ, നമ്മുടെ സൗഭാഗ്യമല്ലേ? ആ മക്കളെ പൊന്നുപോലെ നോക്കണം. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ഊട്ടിയിൽ പോയാ നീ എന്തിനാ നാട്ടുകാരെ കാണിക്കുന്നത്? എടാ, നീ വീട് വെച്ച ബാത്റൂം വരെ നീ വീഡിയോ പിടിക്കും. ഞാനൊരു വീട് വെച്ചിട്ടുണ്ട്, കേറുന്നത് മുതൽ ബെഡ്റൂം മുതൽ അടുക്കള മുതൽ ബാത്റൂം വരെ നീ ഇങ്ങനെ സ്റ്റാറ്റസ് നടന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുക. വീഡിയോ എല്ലാരും കാണണം, എന്റെ കൊട്ടാരം കാണണം. എങ്ങനുണ്ട് അതിനകത്ത് ഇപ്പോ? സുബ്ഹാനല്ലാഹ്. എങ്ങനെയുണ്ട് താത്ത? 2 കോടികൾ ചെലവഴിച്ച് കൊട്ടാരം വെച്ച് സ്റ്റാറ്റസ് ഇട്ടിട്ട് ഇപ്പൊ അതിനകത്ത് കീരിയും പാമ്പും കളി നടന്നുകൊണ്ടിരിക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സമാധാനമില്ല. എന്തിനാ നീ നാട്ടുകാരെ കാണിക്കുന്നത്? അതൊക്കെ നമ്മൾ ഇതിനോട് ആഗ്രഹിക്കുന്ന വേറെ പല കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. പലതും സൂക്ഷിക്കണം. അതാ പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല. ചിലതൊക്കെ മറച്ചു വെക്കണം. വാതോരാതെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യങ്ങളല്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. കാരണം മറ്റുള്ളവർ അറിയുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഇന്നെന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ പരസ്യപ്പെടുത്തുകയാ, പറഞ്ഞു കൊടുക്കാൻ ആള് നിർത്തുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നബിതങ്ങള് പറയുകയാണ്, 72 വിഭാഗവും നരകത്തിലാണ്. സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വിഭാഗം ആരാ? പടച്ചവനെ, ഒരേ ഒരു വിഭാഗം. അവരാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, പടച്ചവനെ, സഹാബത്ത്, താബഈങ്ങള്, തബഉ താബഈങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, പാരമ്പര്യമായി പടച്ചവനെ ഒരു തസ്ബീഹിലെ മുത്തുമണി പോലെ പാരമ്പര്യമായി കടന്നു വന്ന ഈ ദീനനുസരിച്ച് ജീവിക്കുന്നവരുണ്ടല്ലോ, ഈ ആദർശം അനുസരിച്ച് ജീവിക്കുന്നവരുണ്ടല്ലോ. ഇന്നലെ പെയ്ത മഴയ്ക്ക് വന്ന പുൽച്ചെടിയല്ലടോ, പാരമ്പര്യമായി കടന്നു വന്ന ദീനിങ്ങനെ മുറുകെ പിടിച്ചു ജീവിക്കുന്നവർ. അവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അവരെ കുറിച്ചാണ് സുന്നികൾ എന്ന് പറയുന്നത്. ആ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആ ഒരു വിഭാഗമല്ലാതെ വേറൊരു വിഭാഗവും സ്വർഗത്തിലേക്ക് കടക്കുകയില്ല. അതുകൊണ്ട് അവരിലേക്ക് അടുക്കൂ. ചന്ദനം ചാരിയ ചന്ദനം മണക്കുമല്ലോ. അവരുമായിട്ട് ബന്ധപ്പെടുപങ്ങള്. വെക്കേഷന്റെ സമയമാണല്ലോ, പള്ളികളിൽ ഉസ്താദന്മാരുണ്ടല്ലോ. പടച്ചവനെ കൊണ്ടുപോയിട്ട് ആദർശം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്, ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. അല്ലാതെ ഏതെങ്കിലും തൊപ്പിയില്ലാത്തവൻ, ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോ അതാണ് ദീനെന്ന് പറഞ്ഞവന്റെ പുറകിൽ പോയാൽ നരകത്തിനടിത്തട്ടിലേക്ക് പോയി വീണു പോകുമെന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകരുത്. പടച്ചവനെ ഇത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളും സങ്കടപ്പെടുകയാണ്. ഉസ്താദേ, എന്റെ മകൻ നല്ലവനായിരുന്നു, അവനൊന്ന് സൗദിയിൽ പോയിട്ട് വന്നപ്പോൾ അവന് പല സംശയമായി. അവന് തറാവീഹ് 8 റക്അത്തായി. മഹാന്മാര് മരിച്ചു പോയവരായി. പടച്ചവനെ, അവൻ എന്തിനും തെളിവ് ചോദിക്കാൻ തുടങ്ങി. വീടിന്റെ അകത്ത് പോലും പടച്ചവനെ അവന് പലതും ചോദിക്കാൻ തുടങ്ങി. മക്കള് കാരണം സങ്കടപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കൾ, ആദർശം വ്യത്യസ്തമായി പോയതിന്റെ പേരിൽ ഒരുപാട് സങ്കടപ്പെടുന്ന ഉമ്മ. എന്തിനാ ഉമ്മ സങ്കടപ്പെടുന്നത്? എന്തിനാ ഉമ്മ നീ സങ്കടപ്പെടുന്നത്? മരിച്ചാ
കൊണ്ടുപോയി കുഴിച്ചിട്ടാ മതി. 3 ഇല്ല, 7 ഇല്ല, 11 ഇല്ല, 40 ഇല്ല, ആണ്ടില്ല. ചത്തുപോയല്ലോ എന്ന് പറയുന്ന മക്കള് കാരണം സങ്കടപ്പെടുന്ന വാപ്പമാരെ, പ്രസവിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം മക്കളാകണമെന്നില്ല. നിന്റെ രക്തത്തിൽ പിറന്നു എന്നതിന്റെ പേരിൽ സാധാരണ രീതിയിൽ നോക്കിയ മക്കളാണ്, എന്നാ മക്കളാകണമെന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അതുപോലെ ഒരു പ്രവാചകനും ദഅവത്ത് നടത്തിയിട്ടില്ല. ആ പ്രവാചകന് അതാ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരുമായി തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയമുണ്ടായപ്പോ കപ്പലിൽ രക്ഷപ്പെടുകയാണ്, മുസ്ലിമീങ്ങളുമായി രക്ഷപ്പെടുകയാണ്. ആ പോകുന്ന വഴിയിൽ തന്റെ പ്രിയപ്പെട്ട പൊന്നാരമകന് വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങുകയാണ്. അവന് വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന് സങ്കടമായി. തന്റെ പൊന്നാരമകനാണല്ലോ. അവിടെ നിന്ന് വിളിക്കുന്നു, യാ ബുനയ്യ, ഉപ്പാട പൊന്നുമോനെ, ഉപ്പാട പൊന്നുമോനെ, വാപ്പാട ആദർശം മുറുകെ പിടിക്കടാ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കടാ. ഈ കപ്പലിലേക്ക് കേറ്, ഈ കപ്പലിലേക്ക് കേറ്. ഇത് അല്ലാഹുവിന്റെ അദാബ, സാധാരണ മഴവെള്ളപ്പൊക്കമല്ല, ഇത് സാധാരണ ഒരു മഴയല്ല, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ് മോനെ. ഉപ്പാട കൂടെ കപ്പലിൽ കയറി വിശ്വാസം മുറുകെ പിടിച്ച് രക്ഷപ്പെടാൻ വിളിച്ചപ്പോ ആ മകന് 950 കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയോട് കനാൻ എന്ന് പറയുന്ന പൊന്നുമകൻ പറഞ്ഞു, വാപ്പാ, വാപ്പാടെ പണി നോക്കിക്കോ, ഉപ്പാടെ കാര്യം നോക്ക്. വെള്ളപ്പൊക്കമുണ്ടായ ആ കാണുന്ന മലയുടെ മുകളിൽ കയറിയിട്ട് ഞാൻ രക്ഷപ്പെടും വാപ്പാ. വാപ്പ പറഞ്ഞു, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹ്. മോനെ, ഇത് പടച്ച റബ്ബിന്റെ വലിയ പരീക്ഷണമാടാ. വാപ്പ പറയുന്നതനുസരിക്കാതെ ആ പൊന്നുമകൻ അനുസരിക്കാൻ തയ്യാറാകാതെ വന്നപ്പോ അതാ പടച്ചവനെ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ തന്റെ പൊന്നാര മകൻ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങുമ്പോ വാപ്പയല്ലേ നൂഹ് നബി, വാപ്പയല്ലേ നൂഹ് നബി, തന്റെ പൊന്നാര മകൻ ഈമാനില്ലാതെ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങിച്ചാകുന്നത് കണ്ടപ്പോ നൂഹ് നബിക്ക് സങ്കടമായി. അവിടെ നിന്ന് വിളിക്കുന്നു, വനാദാ നൂഹുൻ റബ്ബഹു ഫഖാല റബ്ബി ഇന്നി ബിനി മിൻ അഹ്ലി വഇന്ന വഅദകൽ ഹഖ് വഅന്ത അഹ്കമുൽ ഹാകിമീൻ. നൂഹ് നബി അല്ലാഹുവിനോട് പറയുന്ന, പടച്ചവരെ, നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എന്റെ അഹിലിന്, എന്റെ കുടുംബത്തിന് സംരക്ഷണം തരുമെന്ന്, എന്റെ കുടുംബത്തിന് സംരക്ഷണം തരുമെന്ന് നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പടച്ചവര്, ഈ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നത് എന്റെ മകനല്ല, എന്റെ മോനല്ല, എന്റെ കുടുംബമല്ല, എന്റെ അഹില അല്ല. നൂഹ് നബി അലൈഹിസ്സലാം പടച്ചവനോട് ചോദിക്കുമ്പോ, പെങ്ങളെ, നൂഹ് നബിയുടെ മകനാണ്, നൂഹ് നബിയുടെ മകനാണ്, നൂഹ് നബിയുടെ രക്തത്തിൽ പിറന്ന മകനാണ്. എന്നാൽ അല്ലാഹു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക. വിട്ടേക്ക് നൂഹ്, 18 കൊല്ലം 19 കൊല്ലം പൊന്നുപോലെ വളർത്തിയിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുന്ന മക്കള് കാരണം എന്തിനാ ഉമ്മ സങ്കടപ്പെടുന്നത്? എന്തിനാ വാപ്പാ സങ്കടപ്പെടുന്നത്? വിട്ടേക്ക് വാപ്പാ. വലൈസ മിൻ അഹ്ലിക. ആദർശം വേറെയാ, നിന്റെ കുടുംബമല്ല, നിന്റെ കുടുംബമല്ല, ആദർശം വേറെയാണെന്ന് ഖുർആൻ എവിടെന്ന് പറയുമ്പോ നൂഹ് നബിയോടാ പറഞ്ഞത്, നബിയെ, അങ്ങയുടെ കുടുംബമല്ലവന്, അങ്ങയുടെ കുടുംബക്കാരനല്ല, ആദർശം വേറെയായി പോയി, വഴി വേറെയായി പോയി, തല തിരിഞ്ഞു പോയി. വിട്ടേക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ വാപ്പമാരെ, യാക്കൂബ് നബി തന്റെ പൊന്നാര മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒന്നാമത്തെ കാര്യം ദീനാണ്, ആദർശമാണ്, വിശ്വാസമാണ്. അത് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് യാക്കൂബ് നബിയുടെ ചരിത്രം പഠിപ്പിക്കുകയാ, വിശദീകരിക്കുന്നില്ല.
ഗുണപാഠം എന്താണ്? ഒരു വാപ്പയ്ക്കുണ്ടാകേണ്ട ഉമ്മയ്ക്കുണ്ടാകേണ്ട രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ്? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് 12 മക്കളാണുള്ളത്. 11ാമനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് എന്ന് പറയുന്ന മകന് 11ാമത്തെ മകനാണ്. ആ ചെറിയ മകൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വരികയാണ്. വാപ്പാടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, വാപ്പാ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ. യൂസുഫ് എന്ന് പറയുന്ന 11ാമത്തെ ചെറിയ മകന് ഉപ്പാന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, വാപ്പാ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ. പടച്ചവനെ, ആ മകൻ വന്നിട്ട് പറയുന്നത് അന്താരാഷ്ട്ര കാര്യമല്ല. വാപ്പാന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ മകനെ പിടിച്ചു മടിയിലിരുത്തുകയാണ്. എന്നിട്ട് ചോദിച്ചു, മോനെ, എന്റെ മോൻ കണ്ട സ്വപ്നം എന്താണ്? ഇവിടെ പഠിക്കേണ്ട ചില കാര്യമുണ്ട്, ഇവിടെ അറിയേണ്ട ചില കാര്യമുണ്ട്. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് വീടിന്റെ അകത്ത് ചുമ്മാതെ കുത്തിയിരിക്കുന്ന മനുഷ്യനല്ല, ഒരു പ്രവാചകനാണ്, ഒരു സമൂഹത്തിന്റെ പ്രവാചകനാണ്, ഒരുപാട് തിരക്കുകളുള്ള പ്രവാചകനാണ്, വീണ്ടും 11 മക്കളുടെ വാപ്പയാണ്, കുടുംബത്തിന്റെ പല കാര്യങ്ങളും അറിയേണ്ട പിതാവാണ്. ആ തിരക്ക് പിടിച്ച യാക്കൂബ് എന്ന് പറയുന്ന പിതാവിന് തന്റെ പൊന്നാര മകൻ കണ്ട ഒരു സ്വപ്നം എന്താണെന്ന് ചോദിക്കാൻ, തന്റെ പൊന്നാര മകൻ കണ്ട ഒരു സ്വപ്നം എന്താണെന്ന് ചോദിക്കാൻ, അവന് പറയാനുള്ളത് കേൾക്കാനുള്ള സമയം യാക്കൂബ് നബിക്കുണ്ടായിരുന്നു. ഈ നിരന്നിരിക്കുന്ന ഏത് വാപ്പയ്ക്കാണ് മക്കൾക്ക് പറയാനുള്ളത് കേൾക്കാൻ സമയമുള്ളത്? വാപ്പ മക്കളോട് സംസാരിക്കാറില്ല, വാപ്പ മക്കളോട് സംസാരിക്കാറില്ല. ഉമ്മയ്ക്ക് തന്റെ മക്കളോട് സംസാരിക്കാൻ സമയമില്ല. സ്വന്തം മക്കളുടെ സങ്കടം കേൾക്കാൻ വാപ്പയ്ക്കും സമയമില്ല, ഉമ്മയ്ക്കും സമയമില്ല. മക്കളത് പറയാൻ തയ്യാറാകുന്നുമില്ല. കാരണം തിരക്കാണല്ലോ, 24 മണിക്കൂറും തിരക്കാണ്. മക്കളുടെ സങ്കടം കേൾക്കാൻ ഉപ്പയ്ക്ക് സമയമില്ല. നാട്ടുകാരുടെ വിഷയം തീർക്കണ്ട്, മഹല്ലിന്റെ വിഷയം തീർക്കണ്ട്, മറ്റുള്ളവന്റെ മക്കളെ നന്നാക്കണ്ട്. സ്വന്തം വീടിന്റെ അകത്ത് പൊന്നാര മകന് സങ്കടമുണ്ട്, അവന്റെ സങ്കടം കേൾക്കാൻ നിനക്ക് സമയമുണ്ടോ വാപ്പാ? അതാ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന പൊന്നുമോള്, അവളുടെ സങ്കടം കേൾക്കാൻ ഉമ്മയ്ക്ക് സമയമില്ല. കാരണം പടച്ചവനെ, കൂട്ടുകാരിയുടെ കുടുംബ വിഷയം തീർക്കണമല്ലോ, കൂട്ടുകാരുടെ കഥകൾ കേൾക്കണമല്ലോ. സ്വന്തം മക്കളോട് ചിരിക്കുന്ന മുഖത്തോടെ സംസാരിച്ച രാവുകൾ ഓർമ്മയുണ്ടോ വാപ്പമാരെ? ഉസ്താദേ, സ്നേഹമില്ല, പരിഗണിക്കുന്നില്ല, പറയുന്നതനുസരിക്കുന്നില്ല, അവൻ എന്നോട് കരുണ കാണിക്കുന്നില്ല. സങ്കടം പറയുന്ന വാപ്പാ, നീ അവനോട് കരുണ കാണിച്ചിട്ടുണ്ടോ? അവന് മനുഷ്യനാണെന്ന് ഒരു പരിഗണന കൊടുത്തിട്ടുണ്ടോ? പടച്ചവനെ, സ്വന്തം മക്കളുടെ ചുമലിലൊന്ന് കൈയിട്ടിട്ട്, എന്തേടാ മോനെ നിന്റെ സങ്കടം എന്താണ്? എന്റെ പൊന്നുമോന്റെ പ്രശ്നം എന്താണ്? അവനെ ഒന്ന് ചുമലിൽ കൈവച്ച് ചേർത്ത് പിടിച്ചിട്ടൊന്ന് ചോദിച്ചാ അവൻ പറയില്ലേ, വാപ്പാ, എന്തിനാ മോനെ സങ്കടപ്പെടുന്നത്? വാപ്പയില്ലേടാ, വാപ്പയില്ലേ എന്നും അവനെ സമാധാനിപ്പിച്ചിരുന്നെങ്കിൽ അവന് വഴിതെറ്റി പോകില്ലായിരുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാതാവിനും പിതാവിനും സമയമില്ലാത്ത കാലമാ. മക്കളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ അവർക്ക് സമയമില്ല. മക്കളുടെ ഏറ്റവും വലിയ പരാതി, എന്റെ വാപ്പ എന്നോട് സംസാരിക്കാറില്ല, എന്റെ ഉമ്മ എന്നോട് സംസാരിക്കാറില്ല. ഇന്നത്തെ ഉമ്മമാർക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളെ പുറത്തു കൊണ്ടുപോകാൻ പേടിയാണ്. കാരണം എനിക്ക് ഇത്രയും വലിയ ഒരു മകളുണ്ടെന്ന് നാട്ടുകാര് വിചാരിക്കുമല്ലോ. പഠിച്ചവരെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുടെ ഉമ്മയാണെന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണെന്ന് കരുതുന്ന പെണ്ണുങ്ങള്, മക്കള് തലതിരിഞ്ഞു പോയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. വാപ്പ വിചാരിക്കേണ്ട ചില കാര്യമുണ്ട്. നീ പറയുന്നത് മാത്രമേ നടക്കാൻ പാടുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളുടെ ഏറ്റവും വലിയ സങ്കടം തിന്നാൻ കൊടുക്കുന്നില്ല എന്നല്ല, വാപ്പയും ഉമ്മയും അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സമയമില്ല. ഇരിക്കണ ഓരോ വാപ്പാനോടും ചോദിക്കട്ടെ, വാപ്പാന്ന് പറഞ്ഞ അയാൾക്കൊരു വിചാരമുണ്ട്, മക്കളോട് സംസാരിച്ച എന്തോ എല്ലാം അങ്ങ് തകർന്നു പോകുന്നു.
മക്കളോട് സംസാരിച്ച എല്ലാം നശിച്ചു പോകുമെന്നൊരു ധാരണ. ഹിറ്റ്ലറെ പോലെയാ വാപ്പ. അയാൾ പറയും വീട്ടിൽ എല്ലാരും കേട്ടോണം. അയാളുടെ വാപ്പാടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാ, ഞാൻ പറയുന്നത് പോലെ നടക്കണം, വീട്ടിൽ ഞാൻ പറയുന്നത് തന്നെ നടക്കണം, വേറൊന്നുമില്ല. എല്ലാരും ബാക്കിയത് അടിമകളാ. അതൊക്കെ പണ്ടത്തെ കാലം പാപ്പ. സഹോദരൻ, അതൊക്കെ പണ്ട്. ഇപ്പൊ കാലം മാറി, കുട്ടികൾ മാറി. നീ ആരാ ഈ ഏകാധിപതിയെ പോലെ നീ മാറരുത്. എടോ, മക്കൾക്കും പല ആഗ്രഹങ്ങളുണ്ട്, പല സ്വപ്നങ്ങളുണ്ട്. അതെന്താണെന്നറിയണം, അത് നീ ചോദിക്കണം. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞു, പാപ്പ പറയും നീ ഡോക്ടർ ആവണം, നീ അത് പഠിക്കണം, ഇത് പഠിക്കണം. എടാ, നിന്റെ ആഗ്രഹം എന്താടാ? അത് ചോദിക്കൂല. അവൻ ഇഷ്ടമുണ്ടോ ഇല്ലയോ നീ പറയുന്നതനുസരിക്കണം. അങ്ങത് മാന്യതയല്ലല്ലോ, ഒരു പ്രതിപക്ഷ ബഹുമാനം വേണ്ടേ? എടോ, മക്കൾക്ക് പറയാനുള്ളത് കേൾക്കണം. നല്ലതാണെങ്കിൽ നീ സ്വീകരിച്ചാൽ മതി, ഇല്ലെങ്കിൽ നീ സ്വീകരിക്കണ്ട. പക്ഷെ ചോദിക്കാനുള്ള ബാധ്യത വേണമല്ലോ. അതല്ലേ ദീൻ പഠിപ്പിക്കുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മകനെ അറുക്കാൻ വേണ്ടി ഒരു സ്വപ്നം കണ്ടപ്പോ നേരം വെളുത്തിട്ട് പോയിട്ട് വിളിച്ചിട്ട്, യൂസുഫേ, വാപ്പച്ചി ഇന്നലെ ഒരു സ്വപ്നം കണ്ടടാ, നിന്നെ അറുത്തു കൊടുക്കാൻ, നിന്റെ അഭിപ്രായം എന്താ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നിങ്ങൾ ചിന്തിക്കേണ്ടത് എവിടെയാ? ഇത്തത്തെ വാപ്പമാര് പഠിക്കണം. ആ 7 വയസ്സുള്ള മകനോട് എന്നിട്ട് വാപ്പ ചോദിക്കുന്നു, ഇന്നലെ രാത്രി നിന്നെ അറുക്കാൻ വേണ്ടി ഒരു സ്വപ്നം കണ്ടു, എന്താ മോനെ നിന്റെ അഭിപ്രായം? എടാ, ഇത്രയും വളർന്നു, അവൻ പെണ്ണ് കെട്ടാറായി, ഇത് ചോദിക്കാറുണ്ടോ? മക്കളോട് ചോദിക്കണം അവരുടെ ആഗ്രഹം എന്താണെന്ന്. എനിക്ക് അള്ളാഹു 3 മക്കളെ തന്നു, അള്ളാഹു 3 ആൺകുട്ടികളെ തന്നു. അള്ളാഹു ആ മക്കളെ ഹാഫിളീങ്ങളാക്കി തെരുമാറാകട്ടെ. ഞാൻ ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താടാ? ഒരുത്തൻ പറഞ്ഞു എനിക്ക് പോലീസുകാരനാകണമെന്ന്. വല്ലാത്ത ആഗ്രഹമായി പോയി. ഒരുത്തന്റെ ആഗ്രഹം പോലീസുകാരനാകണം. രണ്ടാമത്തവനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? എനിക്ക് പൈലറ്റ് ആയാൽ മതി വാപ്പ. സുബ്ഹാനല്ലാഹ്. എന്നാലും ഞാൻ അവനെ വിഷമിപ്പിക്കാനൊന്നും തയ്യാറായില്ല. നീ പൈലറ്റൊന്നും ആവരുത്, ഹറാമ, വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ അവനോട് പറഞ്ഞ ഒരു കാര്യം, നീ പൈലറ്റ് ആവുകയോ ആര് വേണമെങ്കിലും ആയിക്കോ, പക്ഷെ നീ അതിനു മുമ്പ് അള്ളാഹുവിന്റെ ഖുർആൻ മുഴുവൻ ഒന്ന് പഠിക്കണം, ഹാഫിളാവണം. എന്റെ നിയമം അതാ, എന്റെ ആഗ്രഹം നീ ഹാഫിളാകണം. അള്ളാഹുവിന്റെ ഖുർആൻ മുഴുവനും പഠിച്ചതിന് ശേഷം നീ പൈലറ്റോ മന്ത്രി ആര് വേണമെങ്കിലും ആയിക്കോ, ഒരു കുഴപ്പമില്ല, പക്ഷെ ഹാഫിളാകണം. അള്ളാഹുവിന്റെ പൊന്നുമക്കളെ ഹാഫിളീങ്ങളാക്കി തെരുമാറാകട്ടെ. ഒരു ആമീൻ പറയണോ? അള്ളാഹു എൻ്റെ പൊന്നുമക്കളെ ഹാഫിളീങ്ങളാക്കി തെരുമാറാകട്ടെ. എനിക്ക് അത്ര ആഗ്രഹമുള്ളൂ. ഞാൻ പറഞ്ഞു, ഹാഫിളാകുന്നതിന്റെ പിറ്റേ ദിവസം പെട്ടിയെടുത്തോണ്ട് വീട്ടിൽ വന്നേക്കാൻ. കോളേജിൽ കൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, 6 ജുസുവായി. അള്ളാഹു എൻ്റെ പൊന്നുമോനെ ഹാഫിളാക്കി തെരുമാറാകട്ടെ. ഞാൻ അവനോട് പറഞ്ഞു, ഹാഫിളാകുന്നതിന്റെ അതേ ദിവസം വണ്ടി വിളിച്ച് വീട്ടിൽ വന്നേക്കാൻ. നീ ഹാഫിളാകണം, എൻ്റെ ആഗ്രഹത. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളോട് ചോദിക്കുക അവരുടെ ആഗ്രഹങ്ങൾ. നീ ഒന്ന് ചോദിക്കുക പെങ്ങളെ, നിനക്ക് അടുക്കളയിൽ ചട്ടിക്കകത്ത് മീൻ പൊരിക്കുമ്പോഴും ഇങ്ങനെ വെച്ചിരിക്കുക. എല്ലാ പെണ്ണുങ്ങളും പറയും തോളിന് വേദനയാണ്. എങ്ങനെ വേദന വരാതിരിക്കും? എങ്ങനെ വേദന വരാതിരിക്കും? ചരിഞ്ഞിങ്ങനെ വെച്ചിരിക്കല്ലേ. എന്താ കാലം എന്ന് ആലോചിക്കേ. ഒന്ന് പെമ്മക്കളോടൊന്ന് സംസാരിക്കത്ത. നിന്റെ മോളല്ലേ, അവള് നല്ലത് ഇതാ നല്ലതാന്ന് പറ. അവളൊരു നല്ല വസ്ത്രം ഇട്ടാ നീ പറ നല്ല വസ്ത്രമാണെന്ന് പറ. നീ പറയത്തില്ല, കാരണം കുറഞ്ഞു പോയാലോ. പൊന്നുമോള് നല്ല വസ്ത്രം ധരിച്ചാൽ നല്ലതെന്ന് പറയണം, നല്ലത് ഇതാ നല്ലത് തന്നെ പറയണം. മക്കൾ ഇത്തിരി കാണാൻ ഇന്നത്തെ മുഖത്തൊരു പ്രകാശം ഉണ്ടല്ലോ. മോളെ, ബസ് സ്റ്റോപ്പിൽ വായി നോക്കി ഒരുത്ത നിൽക്കുന്നുണ്ട്. അവൻ വരുന്ന പെണ്ണുങ്ങളോട് മൊത്തവും പറയുന്നത് സൂപ്പറാ സൂപ്പറാ സൂപ്പർ. അവൻ അതിനാ നിൽക്കുന്നത്, അവന് വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ടാണ് നിന്റെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത്. മക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്ക്. ദീനല്ലേ, ഇതൊക്കെ നന്മയല്ലേ, ഒരു മാനുഷിക പരിഗണന നൽകണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് എന്ന് പറയുന്ന ഒരു പൊന്നുമകന് 11ാമത്തെ പൊന്നുമോനാണ്. അവൻ പറഞ്ഞു, വാപ്പാ, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താടാ യൂസുഫേ? സമാധാനത്തോടെ അവനെ പിടിച്ചു മടിയിലിരുത്തുകയാണ്. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് ആ മകന് പറയാനുള്ളത് കേൾക്കുകയാണ്. ആ മകന് പറയാനുള്ളത് കേൾക്കുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന മകൻ പറഞ്ഞ സ്വപ്നം എന്താ? വാപ്പാനോട് പറഞ്ഞു, വാപ്പാ, യൂസുഫ് കണ്ട സ്വപ്നം എന്തെന്നറിയുമോ? ഇത് ഖാല യൂസുഫ് ലി അബീഹി, അതാ പറയുന്നു, യാ അബതി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. യൂസുഫ് എന്ന് പറയുന്ന മകൻ വാപ്പാനോട് പറയുന്നു, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമല്ല എനിക്ക് സുജൂദ് ചെയ്യുന്നതായി, എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് യൂസുഫ് നബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ യാക്കൂബ് നബിക്ക് മനസ്സിലായി, അത് സാധാരണ ഒരു സ്വപ്നമല്ല. ഇവന് സാധാരണ ഒരു പയ്യനല്ല, ഇവന് സാധാരണ ഒരു പയ്യനല്ല. യാക്കൂബ് നബിക്ക് അവിടെ നിന്ന് കാര്യം മനസ്സിലാവുക.
പ്രയാസപ്പെടുകയാണ്. തന്റെ പൊന്നാര മകനോട് പറഞ്ഞ മറുപടി കേൾക്കണേ പെണ്ണുങ്ങള്, ഈ സദസ്സിലിരിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും അറിയണം. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകനൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞപ്പോ അത് സാധാരണ ഒരു സ്വപ്നമല്ലെന്ന് മനസ്സിലായപ്പോ യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്. ഈ മറുപടിയാണ് വാപ്പമാര് സൂക്ഷിക്കേണ്ടത്, ഈ മറുപടിയാണ് ഉമ്മമാര് പഠിക്കേണ്ടത്. യാക്കൂബ് നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഖാലയാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയഖീദു ലക കൈദാ ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഈ വഅദ കേൾക്കാൻ കടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകനോട് പറഞ്ഞു, മോനെ യൂസുഫേ, നീ കണ്ട ഈ സ്വപ്നത്തെ കുറിച്ച് നാട്ടുകാരോട് പറയാൻ പാടില്ല, കുടുംബക്കാരോട് പറയാൻ പാടില്ല, കൂട്ടുകാരോട് പറയാൻ പാടില്ല. ആരോടാ? ഇതൊന്നുമല്ല യൂസുഫ് നബിയോട് പറഞ്ഞത്. യാക്കൂബ് നബി പറഞ്ഞു, മോനെ, നീ നിന്റെ സഹോദരങ്ങളോട് പോലും പറയല്ലേ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. യാക്കൂബ് നബി പറഞ്ഞു, മോനെ, നീ നിന്റെ സഹോദരങ്ങളോട് പോലും പറയാൻ പാടില്ല. വല്ലതും മനസ്സിലായോ മോനെ? എടാ, എനിക്ക് ബാംഗ്ലൂരിൽ കടയുണ്ട്, ദുബൈയിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഓരോ മാസവും എനിക്ക് വരുമാനം എത്രയുണ്ട്, പത്രത്തിലടിക്കുന്നത് പോലെ നാട്ടുകാരോട് മുഴുവനും പറഞ്ഞു നടക്കുന്ന പെങ്ങള് എല്ലാവരോടും പറയാൻ പാടില്ല, എല്ലാവരോടും പറയാൻ പാടില്ല. സ്വന്തം കൂടപ്പിറപ്പിനോട് പറയരുതെന്നാണ് യാക്കൂബ് നബി പറഞ്ഞത്. പടച്ചവനെ, അന്നതെനിക്ക് മനസ്സിലായില്ല, ഇന്നത് മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ കാരണം കുടുംബക്കാരൻ സ്വന്തം കൂടപ്പിറപ്പ് എന്നെക്കാളും വളരാൻ പാടില്ല, അവൻ എന്നെക്കാളും വളരണ്ട, അവൻ എന്നെക്കാളും നല്ല ഒരു ജീവിതം കിട്ടണ്ട. കൂടപ്പിറപ്പ് തന്നെ മുട്ട കുടിച്ചിടുന്ന കാലമല്ലേ മക്കള്? നാട്ടുകാരല്ല സിഹർ ചെയ്യുന്നത്, സ്വന്തം കൂടപ്പിറപ്പ് ചെയ്യുകയാണ്. അവൻ എന്നെക്കാളും വളരാൻ പാടില്ല, അവൾക്ക് എന്നെക്കാളും നല്ല ഒരു ജീവിതം കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം സിഹർ ചെയ്യുന്ന കാലത്താ ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം പത്രത്തിൽ കൊടുക്കുന്നത് പോലെ വിളിച്ചു പറയരുത്, എനിക്കതുണ്ടടാ ഇതുണ്ടടാ. അങ്ങനല്ല. അൽഹംദുലില്ലാ, നല്ലതാണ്, അത് മാത്രം മതി പെങ്ങള്. യാക്കൂബ് നബി മക്കളോട് പറഞ്ഞു കൊടുത്തു, മകനോട് പറഞ്ഞു കൊടുത്തു, പറയരുത്. യൂസുഫ് എന്ന് പറയുന്ന ഒരു മകൻ സ്വപ്നം കണ്ടിട്ട് വാപ്പാനോട് പറഞ്ഞപ്പോ വാപ്പായ്ക്ക് മനസ്സിലായി ഇത് സാധാരണ ഒരു സ്വപ്നമല്ല. മോനെ, നാട്ടുകാരോടും കുടുംബക്കാരോടും അയൽവാസികളോടും ഒന്നും പറയരുതെന്നല്ല, നീ നിന്റെ കാക്കാമാരോട് പോലും ഇത് പോയി പറയരുത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. കാരണം അതെങ്ങനെ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞപ്പോ പലരും അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഏർവാടിയിൽ സിയാറത്തിന് പോയപ്പോ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, 8 കൊല്ലമായി ഞാനും എന്റെ കുടുംബം ഇങ്ങനെ അനുഭവിക്കുക ഉസ്താദെ. കോടികൾ ഉണ്ടായിരുന്നു, എല്ലാം കളഞ്ഞിട്ട് ഇപ്പൊ ഏർവാടിയിൽ വന്ന് മരച്ചുവട്ടി കിടക്ക എന്റെ മോൻ. ഉസ്താദ്, എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷെ എന്റെ ഏറ്റവും വലിയ സങ്കടം ഇത് ചെയ്തത് എന്റെ കൂടപ്പറപ്പാണെന്ന് അറിഞ്ഞപ്പോഴുള്ള സങ്കടം. എന്റെ പ്രിയപ്പെട്ടവർ, യാക്കൂബ് നബി തന്റെ മക്കളോട് പറഞ്ഞു, നീ പോയിട്ടൊന്നും പറയണ്ട, ഉണ്ടാതെ നടന്നാ മതി. യൂസുഫ് എന്ന് പറയുന്ന ആ മകൻ ആരോടും പറഞ്ഞില്ല. യൂസുഫ് എന്ന് പറയുന്ന മകൻ ആരോടും പറഞ്ഞില്ല, വാപ്പ പറഞ്ഞതുപോലെ തന്നെ നടന്നു. പക്ഷെ യൂസുഫ് നബിയോട് യാക്കൂബ് നബിക്ക് ഇത്തിരി സ്നേഹം കൂടുതലായി പോയി. ഒരിത്തിരി സ്നേഹം കൂടി. സാധാരണ ഒരു മോനല്ലല്ലോ, ഒരല്പ സ്നേഹം അവനോട് കൂടിക്കഴിഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്ക് പ്രശ്നമായി. നമ്മുടെ വീട്ടിലും അങ്ങനെ ഒരുത്തനോട് വല്ലാത്ത സ്നേഹം, മകളോട് പെൺകുട്ടികളോട് മാത്രം വല്ലാത്ത സ്നേഹം, ഇളയ മകനോടോ. മക്കൾക്കിടയിൽ ഒരിക്കലും സ്നേഹത്തിന്റെ വിഷയത്തിൽ വ്യത്യാസം കാണിക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടിന്റെ അകത്ത് വേർതിരിവ് പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്ത് നബി തങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോ ഒരു പൊന്നുമോൻ ഓടി വരികയാണ്. വാപ്പാടെ ചാരത്തേക്ക് ഒരു പൊന്നുമോൻ ഓടി വന്നു. വാപ്പാന്റെ അടുക്കൽ വന്നപ്പോ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. യാ റസൂലല്ലാഹ്, ഇവൻ എന്റെ
മോനാ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവെടുത്തു മടിയിലിരുത്തുകയാണ്. പടച്ചവനെ, കുറച്ചു സമയം കഴിഞ്ഞു. ആ മനുഷ്യന്റെ പൊന്നുമോളോടി വരികയാണ്. ആ മകള് വന്നപ്പോഴും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ മോളാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നാര മകളെ താഴെ ഇരുത്തിയപ്പോ നബി തങ്ങളുടെ മുഖം മാറുകയാണ്. നബി തങ്ങളുടെ മുഖം ചുമക്കുകയാണ്. ആ സ്വഹാബിയോട് പറഞ്ഞു, നീ നീതി കാണിച്ചില്ല, നീ നീതി കാണിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലേ, എന്താ നീതിയാണ് ഞാൻ ചെയ്തത്? നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ആൺകുട്ടിയെ നീ മടിയിലിരുത്തി, നിന്റെ പെൺകുട്ടിയെ നീ താഴെ ഇരുത്തി. അത് നീതിയല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ, മക്കളോട് വേർതിരിവ് കാണിക്കുന്നവരുണ്ടോ? ഒരുത്തനോട് വല്ലാത്ത സ്നേഹമാണ്, ഒതാ പെൺകുട്ടികളോട് വല്ലാത്ത സ്നേഹമാണ്. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സ്നേഹം ഏറ്റവും ചെറിയ മകനോടാ. ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്നത് വീട്ടിലെ മൂത്ത മകനാണ്. എന്തേ പെങ്ങളെ, അവനോട് ഇത്ര വാശി എന്ത്? അവനോട് ഇത്ര വെറുപ്പെന്ത്? ഞാൻ പറയുന്നത് സ്നേഹിക്കേണ്ടത് ഏറ്റവും ചെറിയ മകനെയല്ല. എന്റെ വീട്ടിലും അങ്ങനെയാണ്. എന്റെ ഉമ്മയ്ക്ക് എന്നോട് വല്ലാത്ത സ്നേഹമാണ്. കാരണം ഏറ്റവും ചെറിയ മകന് ഞാനാണ്. ഒരിക്കലും അങ്ങനെയാകരുത് സഹോദരാ, പടച്ചവനെ. കാരണം പെങ്ങളെ, നീ ഒന്ന് ചിന്തിക്ക്. കല്യാണം കഴിഞ്ഞ മക്കളില്ലാതെ ദുആ ചെയ്ത് കാത്തിരുന്നപ്പോ അല്ലാഹു ആദ്യമായിട്ട് തന്നവനാണവന്. പെങ്ങളെ, ആദ്യമായിട്ട് അല്ലാഹു തന്ന മകനാണവന്. അതാ ആദ്യത്തെ കൺമണിയായത്. കാരണം സ്നേഹം വാരിക്കോരി കൊടുത്തു, സ്നേഹം വാരിക്കോരി കൊടുത്തു. അവനെ താലോലിച്ചു വളർത്തിയവനാണ്. പക്ഷേ രണ്ടാമതൊന്ന് വന്നപ്പോൾ കുറയുകയാണ്, മൂന്നാമതൊന്ന് വന്നപ്പോൾ കുറയുകയാണ്. ഇപ്പൊ അവൻ വീട്ടിൽ ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്നവനായി. ആരെന്ത് ചെയ്താലും മൂത്ത കുട്ടിയോടാണ് വാശി തീർക്കുന്നത്. പെങ്ങളെ, ഒരിക്കലും അങ്ങനെയാകരുത്. തുല്യരായി കാണൂ. 10 മക്കളാണ് വരും, അവര് 10 പേരെയും ഒന്നുപോലെ കാണു. ഒരിക്കലും വേർതിരിക്കരുത്. ആ വേർതിരിവ് അവസാനം കലാപങ്ങളിലെത്തുകയാണ്, കൊലപാതകങ്ങളിലെത്തുകയാണ്. പെങ്ങളെ, വാപ്പമാരും ഉമ്മമാരും പഠിക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? സ്വന്തം മക്കളുടെ ഇടയിൽ പടച്ചവനെ, സ്വന്തം മക്കളെ വേർതിരിച്ച് കാണുന്നവര്. വാപ്പ പറയുകയാണ്, നിന്റെ അനുജനെ കണ്ടു പഠിക്കടാ, നിന്റെ അനുജനെ കണ്ടു പഠിക്ക്. അവൻ ബുദ്ധിയുള്ളവനാ, പഠിച്ചു നല്ല നിലയിലായി, നല്ല ശമ്പളമായി, നല്ല ജോലിയായി, നല്ല കുടുംബമായി. നീ ഇങ്ങനെ തെക്കു വടക്ക് നടന്നോടാ. അനിയത്തിയെ കാണ്, അവനെ കണ്ടു പഠിക്ക്, അവളെ കണ്ടു പഠിക്ക്, അപ്പുറത്തവളെ കണ്ടു പഠിക്ക്. പടച്ചവനെ, നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഒരാളെ താഴ്ത്തുന്നു, ഒരാളെ പൊക്കുന്നു. ഇത് മക്കൾക്കിടയിൽ വല്ലാത്ത വൈരാഗ്യം ഉണ്ടാക്കും. പെങ്ങള്, പേടിക്കേണ്ട കാര്യമാണ്, സൂക്ഷിക്കേണ്ട കാര്യമാണ്. പടച്ചവരെ, സ്വന്തം കൂടപ്പുറപ്പിന്റെ തലയിലേക്ക് പാറക്കല്ലെടുത്ത് ഇടിച്ചു കൊന്നവൻ 10 പോലീസുകാര് ചോദിച്ചപ്പോ പറഞ്ഞത്, എനിക്ക് ഇവൻ കാരണം സ്നേഹം കിട്ടുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കൾക്കിടയിൽ ഒരിക്കലും നിങ്ങൾ വേർതിരിവ് കാണിക്കരുത്. ബുദ്ധിയുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, പണം കൂടിയവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, എല്ലാവരും മക്കളാട്, എല്ലാവരും മക്കളാട്. അവരെ തുല്യമായി കാണണം. കുടുംബ സ്വത്ത് വിഹിതം വെക്കുമ്പോ ഒരുത്തന് കൂടുതൽ, പെൺകുട്ടിയാണ്, അവൾക്കൊന്നുമില്ലല്ലോ, കൂടുതൽ ഇരിക്കട്ടെ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നുഅ്മാൻ ഇബ്നു ബസീർ എന്ന് പറയുന്ന പിതാവ് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നുഅ്മാനിനോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ് നബിയേ. കാരണം അവൻ നേരം വെളുത്താൻ നബി തങ്ങളുടെ മുമ്പിൽ ഇൽമു പഠിക്കാൻ വരുന്ന മകനാണ്, മുതഅല്ലിമായ മകനാ. അവൻ മുതഅല്ലിമായ മകനാ, വേറെ ഒരു കാര്യത്തിനും അവന് പോകാറില്ല. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, എന്റെ സ്ഥലവും വീടും ഇവന് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ബസീർ എന്ന് പറയുന്ന പിതാവ് എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ച മറുപടി അറിയണേ പെങ്ങള്, അറിയണേ പെങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ബസീറേ, വയസ്സാങ്കാലത്ത് നുഅ്മാൻ മാത്രം മതിയോ?
ജനാസ കുളിപ്പിക്കാൻ, മയ്യത്ത് ചുമക്കാൻ, ഖബറടക്കാൻ ഇവൻ മാത്രം വന്നാ മതിയോ ബഷീറേ? വേറെ മക്കളൊന്നും വരണ്ടേ എന്ന് നിബിതങ്ങൾ അവിടെ നിന്ന് ചോദിച്ചെന്ന് ചരിത്രം പറയുമ്പോ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത്. ഖബറിനകത്ത് പോലും നിന്നെയൊന്നും കടക്കാ സമ്മതിക്കൂല. മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചാൽ ഖബറിനകത്ത് പോലും നിനക്കൊന്നും സമാധാനം കിട്ടൂല. മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാൻ നിനക്കെങ്ങനെ കഴിയുന്നു വാപ്പാ? ഇവരെല്ലാം നിന്റെ മക്കളല്ലേ. അവൻ എത്ര വലിയ വൃത്തികെട്ടവനാണെങ്കിലും, കള്ളുകുടിയനാകട്ടെ, വ്യഭിചരിച്ചവനാകട്ടെ, ഏത് കൊലപാതകം ചെയ്തവനാകട്ടെ, എന്ത് ചെയ്താലും അവൻ നിന്റെ മകനല്ലേ, അവൾ നിന്റെ മകളല്ലേ. മക്കൾക്കിടയിൽ വേർതിരിവ് ഒരിക്കലും കാണിക്കാൻ പാടില്ല. അങ്ങ് വിട്ടിരിക്കുക. ഇവിടെ ആകുമ്പോ പിന്നെ ഇവിടെ പെണ്ണുങ്ങളുടെ വീട്ടിൽ തന്നെ ഇല്ലേ കിടക്ക അല്ലേ? നിങ്ങൾ എന്താ ചിരിക്കണേ? ഇവിടെ ആണുങ്ങൾ വേണമെങ്കിൽ പെണ്ണുമ്പിള്ള വീട്ടിൽ പൊക്കോണം. ആ സിസ്റ്റം ഒക്കെ മാറ്റുന്നതോടെ ഒരിക്കലും നല്ലതല്ല. പെണ്ണിന്റെ അടിമയായി പോയി കിടക്കരുത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവക്കാണെങ്കിൽ പിന്നെ സ്വന്തം വീടായത് കൊണ്ട് വലിയ ധൈര്യമാണ്. നമ്മൾ പരദേശിയെ പോലെ നടന്നോണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം കഴിച്ചിറങ്ങി പോകുമ്പോൾ പെണ്ണ് കരയും. നിക്കാഹെല്ലാം കഴിഞ്ഞിട്ട് പുതിയാപ്പിളയുടെ കൂടെ കാറിൽ പോകുമ്പോ പെണ്ണ് കരയും. ഇവിടെ ആണുങ്ങൾ കരയേണ്ട അവസ്ഥയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താ വല്ലാത്ത ധൈര്യം? അങ്ങനൊന്നും അല്ലടോ. ആണുങ്ങള് സ്വന്തം ഭർത്താക്കന്മാര്, ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ നാടിന്റെ സൃഷ്ടമൊന്നും അല്ലടോ. ഇസ്ലാമിന് ചില നിയമങ്ങളുണ്ടല്ലോ. നമ്മൾ നല്ലതുപോലെ നടക്കണം. അല്ലാതെ ഔദാര്യത്തിലൊന്നും കിടക്കേണ്ടവരല്ല ആണുങ്ങൾ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിട്ട് കുത്തിയതൊന്നുമല്ല കേട്ടാ, നിങ്ങൾക്കിട്ട് കുത്തിയതൊന്നുമല്ല. എത്ര കാലമെന്ന് പറഞ്ഞാൽ പെങ്ങളെ ഈ ഊറ്റുന്നേ ഒന്ന് നിർത്തിക്കൂടെ? പാപ്പാനെ ഉമ്മാനെയൊക്കെ ഊറ്റുന്നതിനൊരു പരിധിയില്ലേ? നിങ്ങളൊക്കെ കെട്ടിച്ചു വിടുമ്പോ തന്നെ എത്രയെല്ലാം തന്ന് രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് തന്നിട്ട് പോണില്ല. വീണ്ടും കിടക്ക. ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നതിനൊരു പരിധിയില്ലേ? ഒരു പരിധിയൊക്കെ ഇല്ലേ? ഇന്ന് മാറിക്കൊടുക്കുക. അവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കട്ടെ. പാപ്പായും ഉമ്മാക്കൊക്കെ വയസ്സാം കാലത്തെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുക. അതെങ്ങനെ മോളും മരുമോനും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുക? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നില്ലേ? ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ഞാൻ പറഞ്ഞ ദീനാടോ. ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഒരാൾ പെണ്ണ് കെട്ടി അടുത്ത അനിയൻ പെണ്ണ് കെട്ടാറാകുമ്പോ ജ്യേഷ്ഠം മാറണമെന്നാ പണ്ടത്തെ നിയമം. ഒരാൾ അടുത്ത വിവാഹം എത്തി മാറിയേക്കണം. അത് മാത്രമല്ല, ഈ അടുത്തടുത്ത് കിടക്കാതിരിക്കൽ ഏറ്റവും നല്ലത്. ഒരിക്കലും കൂടപ്പുറപ്പുകൾ അടുത്തടുത്ത് കിടക്കാൻ പാടില്ല. ഒന്ന് മാറി കിടക്കണം, ഒന്ന് അകന്ന് കിടക്കണമെങ്കിൽ സ്നേഹബന്ധം ഉണ്ടാകത്തുള്ളൂ. വല്ലപ്പോഴും ഒന്ന് വരുമ്പോ എന്തൊരു സ്നേഹം പരിഗണന. ഇത് അപ്പുറത്ത് കിടക്കല്ല, ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നു. മക്കൾ പരസ്പരം നിങ്ങളെപ്പോലെയല്ല കുട്ടികൾ. അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടും. അപ്പൊ ഒന്ന് പറയും, രണ്ടു പറയും, പിന്നെ വഴക്കായി, പിന്നെ ചത്താ പോലും കയറരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.